നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഏറെ ആകാംക്ഷകൾക്കും ആശങ്കകൾക്കും ഒക്കെ ഒടുവിൽ നെയ്മർ ബ്രസീൽ ടീമിൽ എത്തിയിരിക്കുന്നു. നെയ്മറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സാധ്യതയാണ്, വലിയൊരു അവസരമാണ്. ഒരു സ്വപ്നം, ദീർഘകാലത്തെ ഒരു സ്വപ്നം സംഭവിപ്പിക്കാൻ, യാഥാർത്ഥ്യമാക്കാനുള്ള വലിയൊരു അവസരമാണ് കോച്ച് കാർലോ ആഞ്ചലോട്ടി നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ചും 2002 ബ്രസീൽ ലോകകപ്പ് നേടിയതിന് ശേഷം 24 കൊല്ലമായി ബ്രസീൽ ലോകകപ്പ് നേടിയിട്ടില്ല എന്ന കാര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ നെയ്മറുടെ മിക്കവാറും അവസാനത്തെ ലോകകപ്പ് കൂടിയാണിത് എന്നും നമ്മൾ വായിച്ചെടുക്കണം. അങ്ങനെ വരുമ്പോൾ 24 കൊല്ലത്തിന് ശേഷം ബ്രസീലിന് ഒരു കപ്പ് എടുത്തു കൊടുത്തത്, വെറും ഒരു കപ്പല്ല, ലോകകപ്പാണ്. ആ ലോകകപ്പ് നേടിക്കൊടുത്ത് കളി അവസാനിപ്പിക്കാനുള്ള ഒരു ഇതിഹാസ താരമായി കളി അവസാനിപ്പിക്കാനുള്ള അവസരമാണ് നെയ്മർക്ക് വന്നിട്ടുള്ളത്. നെയ്മറെ സംബന്ധിച്ചിടത്തോളം 18ാമത്തെ വയസ്സിൽ 2010 ലോകകപ്പ് കളിക്കേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കോച്ച് അന്ന് അദ്ദേഹത്തെ പ്രിഫർ ചെയ്തില്ല, പരിഗണിച്ചില്ല. പിന്നീട് 2014 കളിച്ചു, പകുതി വെച്ച് പരിക്കേറ്റ് തിരിച്ചു പോകേണ്ടി വന്നു. 2018 കളിച്ചു, വലിയ ഒരു നേട്ടം ബ്രസീലിന് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല. 2022 ചില മിന്നലാട്ടങ്ങൾ, മിടുക്കിൻ്റെ പ്രതിഭയുടെ വലിയ ചില മിന്നലാട്ടങ്ങൾ പ്രകടിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിന് അവിടെയും ക്വാർട്ടർ ഫൈനലിന് അപ്പുറത്തേക്ക് ബ്രസീലിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അത് തന്നെ ക്വാർട്ടർ ഫൈനലിൽ ക്രൊയേഷ്യക്കെതിരെ അദ്ദേഹം അടിച്ചൊരു ഗംഭീര ഗോൾ, ഒരു ജീനിയസ്നെസ് അദ്ദേഹത്തിൻ്റെ വ്യക്തമാക്കുന്ന ഗോളായിരുന്നു. അങ്ങനെ നിർഭാഗ്യങ്ങളാണ് എല്ലാ കാലത്തും. പരിക്ക് വലിയൊരു ഘടകമായി മാറി നെയ്മറെ സംബന്ധിച്ചിടത്തോളം. നെയ്മറുടെ സമകാലികരുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ, മെസ്സിയോ ക്രിസ്ത്യാനോ റൊണാൾഡോയോ ഒക്കെ തട്ടിച്ചു നോക്കുമ്പോൾ നേട്ടങ്ങളുടെ കാര്യത്തിൽ വളരെ പിറകിലാണ്. അതിനെല്ലാം ഉള്ള മറുപടിയായി ഇത്തവണ ഈ ലോകകപ്പ് നേടിയ ഒരു ഇതിഹാസ താരമായി അദ്ദേഹത്തിന് എക്കാലത്തേക്കും വലിയ സംഭാവന നൽകി വിരമിക്കാൻ കഴിയും. ഫുട്ബോളിനോട് വിട പറയാൻ കഴിയും, അന്താരാഷ്ട്ര ഫുട്ബോളിനോടെങ്കിലും, ചുരുങ്ങിയത് ബ്രസീൽ കുപ്പായത്തോടെങ്കിലും. അപ്പോൾ ആ സാഹചര്യത്തിൽ പരിക്കുകളും മറ്റ് നിർഭാഗ്യങ്ങളും വേട്ടയാടിയ നെയ്മർക്ക് ഇത്തവണയെങ്കിലും ഭാഗ്യം കൂടെ നിൽക്കുമോ? ഇത്തവണയെങ്കിലും അദ്ദേഹം ഉദ്ദേശിച്ച പോലെ, ആഗ്രഹിച്ച പോലെ പരിക്കുകളൊന്നുമില്ലാതെ ഈ ലോകകപ്പ് കളിക്കാൻ കഴിയുമോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിനാണ് ഇനി നമ്മൾ ഒരു മാസത്തിനപ്പുറം കാത്തിരിക്കുന്നത്. നെയ്മറെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാന ബസ്സാണ്, അവസാന അവസരമാണ്. വിഖ്യാത താരത്തിലേക്കുള്ള യാത്രയിലെ അവസാനത്തെ കുതിപ്പിന് അദ്ദേഹം തയ്യാറാകുമോ എന്ന് ഈ ലോകകപ്പിൽ തെളിയും. എന്തായാലും നിർഭാഗ്യങ്ങൾ വേട്ടയാടിയ നെയ്മറിന് ഒരു ഭാഗ്യമായി ഈ ലോകകപ്പ് മാറട്ടെ.